നമസ്കാരം. നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം മുൻ MP ആണ്, കൂടാതെ മുൻ ദേശാഭിമാനി ചീഫ് എഡിറ്ററും കൂടെയാണ്. ഇതെല്ലാം ഊരി വളർന്നു വരുന്ന ഏറ്റവും പുതിയ ഇടതു ബുദ്ധിജീവിയാണ്. അദ്ദേഹം വിദ്യാഭ്യാസത്തെപ്പറ്റി നടത്തിയ ഒരു ചെറിയ താത്വിക അവലോകനം നമുക്ക് ആദ്യമൊന്ന് കണ്ടു നോക്കാം. അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അനിവാര്യമായ മുന്നുപാധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? ഇനി അഥവാ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, പാർട്ടി ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ശരി, ഇനി മുതലാളിത്തം, തൊഴിലാളിത്തം, വ്യവസായം തുടങ്ങിയവ പറ്റിയൊക്കെയുള്ള കുറച്ചുകൂടെ വലിയ മറ്റൊരു വീഡിയോ കണ്ടു നോക്കാം. കണ്ടോളൂ. അതുകൊണ്ട് ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ മൂലധന താല്പര്യങ്ങൾക്ക് ദേശീയ അടിത്തറയില്ല. പക്ഷെ നാഷണൽ സ്റ്റേറ്റ് എന്നുള്ളത് ദുർബലമാകുമോ എന്ന ചോദ്യം ഇടക്കാലത്ത് ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ കാണുന്നത് ക്ലാസിക്കൽ മുതലാളിത്തത്തെ കുറിച്ച് മാർക്സ് നിർവചിച്ച ഘട്ടത്തിൽ ഈ കണ്ടതുപോലെ കുറെ കൂടി ഓരോന്നും കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ ആഗോളവൽക്കരണ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പ്രവണതകൾ ആ രൂപത്തിലായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ക്ലാസിക്കൽ മുതലാളിത്തത്തെ കുറിച്ചുള്ള മാർക്സിന്റെ കാഴ്ചപ്പാടുകൾ കുറെ കൂടി ശരിവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തന്നെ പറയാം, ഇതൊക്കെ കണ്ട സാബു, അതായത് കിറ്റക്സ് MD സാബു ജേക്കബ് ജീവനും കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് ഓടിയില്ല എങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ കിറ്റക്സ് സാബു എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് തൻ്റെ വ്യവസായവും ജീവനും കൊണ്ടും എല്ലാം ഓടി തെലുങ്കാനയിലോട്ട് പോകുന്നു എന്ന സത്യം? സത്യത്തിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് സാബു ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.